വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഊപ്സിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെയാണ് ചോദിക്കുക, ഊപ്പ് എന്താണ്, അതുപോലെ തന്നെ പോപ്പ്, ഈ രണ്ട് സംഭവം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഓക്കെ, അത് സിമ്പിളായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം വരുന്നത് ഊപ്സിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്ന് പറയാം, ഊപ്പ് സ്റ്റാൻഡ് ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇറ്റ്സ് ആൻ പ്രോഗ്രാമിംഗ് പാരഡൈം വേർ ദ പ്രോഗ്രാമിംഗ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ അതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ഊപ്സ് എന്ന് പറയുന്നത്. അതെന്താണ്, ഒരു ഒബ്ജക്ട്സ്, അതായത് പ്രോഗ്രാമിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു മാതൃക, അതിനെയാണ് എന്ത് പറയുന്നത്, ഊപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പോപ്പ് എന്ന് പറയുമ്പോൾ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താ? പോപ്പ് സ്റ്റാൻഡ്സ് ഫോർ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് പാരഡൈം where the programming is divided into small parts called functions or procedures. അതായത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കയ്യിലുള്ള പ്രോഗ്രാമിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്മോളായിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെ നമ്മൾ എന്താ വിളിക്കുക, ഫങ്ഷൻസ് എന്നോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വിളിക്കാൻ പറ്റും. അതായത് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെ. അപ്പോൾ അതാണ് പോപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് പോയിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കാം. ഓക്കെ, അതിൽ വരുന്നതാണ് ഫസ്റ്റ് ഡിവിഷൻ ഓഫ് പ്രോഗ്രാം. അതായത് ഏതിലാണ്, ഊപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പോപ്പും, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡിവിഷൻ ഓഫ് പ്രോഗ്രാം. ഓക്കെ, പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുക. ദ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഒബ്ജക്ട്സ്. ഇവിടെ ഊപ്സിൽ എന്താ ചെയ്യുന്നത്, പ്രോഗ്രാമിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈച്ച് ഒബ്ജക്റ്റ് റെപ്രസെൻറ്റ്സ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി വിത്ത് ഡാറ്റ ആൻഡ് ബിഹേവിയർ. അപ്പോൾ അതിന് ഡാറ്റയും അതുപോലെ തന്നെ അതിൻ്റെ ബിഹേവിയറൊക്കെ ഉള്ള ഓരോ ഒബ്ജക്ട്സ് ആയിട്ട്, റിയൽ വേൾഡുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന, അങ്ങനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും ഊപ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ പോപ്പിൽ എന്താണ് ഈ ഒരു ചെയ്യുന്നത്, ഡിവിഷൻ ചെയ്യുന്നത്, ഡിവിഷൻ ഓഫ് പ്രോഗ്രാം. ദ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫങ്ഷൻസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പോപ്പിൽ ഫങ്ഷൻസ് ആയിട്ടാണ് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഈച്ച് ഫങ്ഷൻസ് പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക്. അതായത് എന്തെങ്കിലും ഒരു ടാസ്ക്, ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പോപ്പിൽ. ഓക്കെ, ഓരോ ഫങ്ഷൻസ് ആയിട്ടായിരിക്കും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഫോക്കസ്. അതിൽ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഡാറ്റ റാദർ ദാൻ പ്രൊസീജിയേഴ്സ്. അതായത് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് വർക്കിംഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് പ്രവർത്തിക്കുന്ന എന്താണോ അതിനേക്കാൾ കൂടുതൽ എന്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഊപ്സിൽ ഡാറ്റക്കാണ്. ഓക്കെ, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡാറ്റക്കാണ്. ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ദ ഒബ്ജക്ട്സ് ആൻഡ് ഡാറ്റ. ഒബ്ജക്ട്സിനും അതുപോലെ തന്നെ ഡാറ്റക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, എൻകാപ്സുലേറ്റഡ് വിത്തിൻ ദം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പോപ്പിൽ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു പ്രൊസീജിയേഴ്സ് ഓർ ഫങ്ഷൻസ്. അതായത് അവിടെ എന്താണ്, എങ്ങനെയാണ് ഈ പ്രവൃത്തികളൊക്കെ എങ്ങനെ നടക്കണം, അതായത് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് ഈ ഒരു ഫങ്ഷൻസ്. അപ്പോൾ അതിനായിരിക്കും ഫങ്ഷൻസ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, അതിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ഹൗ ടു പെർഫോം ടാസ്ക്. അതായത് എങ്ങനെ ഇത് പ്രവർത്തിക്കണം, ഈ ഒരു ടാസ്ക് എങ്ങനെ നടക്കണം എന്നുള്ളതിനാണ് കൂടുതൽ പോപ്പിൽ എന്ത് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണ്, മോഡിഫിക്കേഷൻ. മോഡിഫൈങ് ദ പ്രോഗ്രാം ഈസ് ഈസിയർ ബിക്കോസ് ഒബ്ജക്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ചേഞ്ചസ് ഇൻ വൺ ഒബ്ജക്റ്റ് യൂഷ്വലി ഡു നോട്ട് അഫക്റ്റ് അതേഴ്സ്. അതായത് ഇപ്പോൾ ഊപ്സിൻ്റെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യാം, പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഓരോ ഒബ്ജക്ട്സും ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഒരു ഒബ്ജക്റ്റും മറ്റേ ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കണക്ഷൻ അങ്ങനത്തെ ഇത് വരുന്നില്ല. അതായത് ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഇത് ബാക്കിയുള്ളതിനൊന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കേസിൽ ഇവിടെ പോപ്പിൽ എങ്ങനെയാണ് വരുന്നത്, മോഡിഫിക്കേഷൻ. മോഡിഫൈങ് ദ പ്രോഗ്രാം ക്യാൻ ബി ഡിഫിക്കൽട്ട് ബിക്കോസ് ചേഞ്ചസ് ഇൻ വൺ ഫംഗ്ഷൻ മേ അഫക്റ്റ് അതർ പാർട്സ് ഓഫ് ദ പ്രോഗ്രാം. അതങ്ങനെ വരാൻ കാരണം എന്താ, അതായത് പ്രോഗ്രാമിൽ ഫംഗ്ഷനിൽ എവിടെയെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഫംഗ്ഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ,
അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററിൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ ആ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു മെത്തേഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പല ടൈമിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡിൻ്റെ ഫങ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യുക, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫങ്ഷൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റേഷന് ഇതിനുണ്ട്, പോപ്പിനുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന അപ്രോച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സെപ്പറേറ്റ് എന്ത് ചെയ്യും, അപ്രോച്ച് ഈ ബോട്ടം അപ്പ് അപ്രോച്ച് അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് 2 അപ്രോച്ചാണുള്ളത്. അത് രണ്ടും എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ 2 ഡിഫറൻസ് പറയുന്ന ടൈമിലും ഈ ഒരു എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അപ്പോൾ അപ്രോച്ച് എന്താണെന്ന് നോക്കാം. യൂസസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് സ്റ്റാർട്ടിങ് ഫ്രം ക്രിയേറ്റിംഗ് സ്മോൾ ഒബ്ജക്ട്സ് ആൻഡ് ദെൻ ബിൽഡിങ് എ കംപ്ലീറ്റ് സിസ്റ്റം. അപ്പോൾ ഊപ്സിൽ എന്താ ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഒബ്ജക്ട്സ് ആണ് അവിടെ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആക്കിയിട്ട് പിന്നെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണ്, ക്രിയേറ്റിംഗ് എ സിമ്പിൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം ദാറ്റ് ക്യാൻ പെർഫോം അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇപ്പോൾ അതുപോലെ തന്നെ അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാൽക്കുലേറ്റർ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യുക, സ്മോൾ കമ്പോണൻസ് ആയിട്ട് സ്റ്റാർട്ട് ബൈ ക്രിയേറ്റിംഗ് ക്ലാസ്സസ് ഫോർ ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻ. ആദ്യം എന്ത് ചെയ്യും, ഓരോരോ സെപ്പറേറ്റ് ചെറിയ ചെറിയ ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന്, അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ, ഡിവിഷൻ ചെയ്യാൻ, ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കമ്പൈൻ കമ്പോണൻസ് ക്രിയേറ്റ് എ കാൽക്കുലേറ്റർ ക്ലാസ് ദാറ്റ് യൂസസ് ദിസ് ഓപ്പറേഷൻ ക്ലാസ്സസ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ ചെയ്യും. പിന്നെ ഇൻറ്റഗ്രേറ്റ് ദ കാൽക്കുലേറ്റർ ക്ലാസ് ഇൻ ടു ദ മെയിൻ പ്രോഗ്രാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, അവസാനം ഇതുപോലെ സെപ്പറേറ്റ് ഓരോ ചെറിയ ചെറിയ ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ ഓരോ ഇത് എന്ത് ചെയ്യും, ആ ക്ലാസ് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 2 വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അത് ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്മോൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ മെയിൻ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത് നമ്മൾ. എന്നിട്ട് അതിനകത്താണ് ഇത് കോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെന്താ വരുന്നത്, പോപ്പിൽ എങ്ങനെയാണ് വരുന്നത്, ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ഇവിടെ വരുന്നത്. യൂസസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച് സ്റ്റാർട്ടിങ് ഫ്രം എ ഹൈ ലെവൽ ഡിസൈൻ ആൻഡ് ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോളർ. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താ, ആദ്യം തന്നെ ഹൈ ലെവൽ, ഏറ്റവും ഇതിൻ്റെ ടോപ്പ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരു എക്സാമ്പിളിൽ ക്രിയേറ്റിംഗ് എ സിമ്പിൾ കാൽക്കുലേറ്റർ പ്രൊജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ പ്രൊജക്റ്റ് സെയിം എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, സ്റ്റാർട്ട്സ് ബൈ ഡിഫൈനിങ് ദ മെയിൻ ഫംഗ്ഷൻ ദാറ്റ് ഔട്ട്ലൈൻസ് ദ ഓവറാൾ ലോജിക്. അതായത് ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള മെയിൻ ലോജിക്ക് വരുന്ന ആ മെയിൻ മെത്തേഡാണ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സിയിലൊക്കെ അര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാറ്റേൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ഇൻഡ് മെയിൻ എന്ന് പറയുന്ന ഒരു മെയിൻ മെത്തേഡ് ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അതിനകത്തായിരിക്കും കൂടുതൽ കോഡൊക്കെ എഴുതുക. നമുക്ക് സെപ്പറേറ്റ് വേറെ എന്ത് ചെയ്യാൻ പറ്റും, ഫങ്ഷൻസ് ഒക്കെ എഴുതാൻ പറ്റും ഇവിടെ ഇതിൽ പോപ്പിൽ. പക്ഷേ എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അത് എഴുതുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ മെയിൻ മെത്തേഡാണ് അവിടെ റണ്ണിങ് ആവുന്നത് ആദ്യം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നിന്ന് ഓരോ എന്ത് ചെയ്യും, ഫങ്ഷൻസ് ആയിട്ട് കോൾ ചെയ്യുക. ഓരോ ആഡ് ചെയ്യേണ്ട ടൈമിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പിന്നെ സബ് മൊഡ്യൂളായിട്ട്സ് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുക, ഡിഫൈൻ സബ് മൊഡ്യൂൾസ് ഫോർ ഈച്ച് അരിത്തമാറ്റിക് ഓപ്പറേഷൻ. പിന്നെയാണ് എന്ത് ചെയ്യുക, ഓരോ ചെറിയ ചെറിയ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സബ് മൊഡ്യൂൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽഡ് ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ദ സ്പെസിഫിക് ഫങ്ഷൻ ദാറ്റ് പെർഫോം ഈച്ച് ഓപ്പറേഷൻ. അതായത് ഓരോ ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ആഡ്, അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനത്തെ സെപ്പറേറ്റ് ഓരോ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. മറ്റേ എന്ത് ചെയ്യുക, ഊപ്പിൽ എന്താണ്, നേരെ തിരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഊപ്പിൽ എങ്ങനെയാണ് വന്നത്, ഊപ്പിൽ നമ്മൾ ആദ്യം ചെയ്യുക എന്ത് ചെയ്യുക, അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആദ്യം ചെറിയ ചെറിയ കമ്പോണൻസ്, അതായത് ഒബ്ജക്റ്റ് അതുപോലെ അല്ലെങ്കിൽ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് പോയിന്റ് വരുന്നത്,
ആക്സസ് സ്പെസിഫയേഴ്സ്. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. യൂസസ് ആക്സസ് സ്പെസിഫയേഴ്സ് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ടു കൺട്രോൾ ആക്സസ് ടു ഡാറ്റ. ഓക്കെ, അപ്പോൾ ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പബ്ലിക്, അതുപോലെ തന്നെ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേട്ടോ ഈ ഒരു കീവേഡ്സ്. ആക്സസ് മോഡിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ആക്സസ് എവിടേക്കാണ് കിട്ടുക എന്നുള്ള കാര്യമൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ട്? ഊപ്സിലുണ്ട്. എന്നാൽ പോപ്പിൽ അതുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പോപ്പിൽ അത് ഇല്ല. ഓക്കെ, ഡസ് നോട്ട് യൂസ് ആക്സസ് സ്പെസിഫയേഴ്സ് ലൈക്ക് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, അങ്ങനത്തെ ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നുമില്ല. കാരണം ഇവിടെ ഡാറ്റക്കല്ല നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിനാണ്? അതിൻ്റെ എങ്ങനെയാണ് അത് വർക്കിംഗ്, എങ്ങനെയാണ് കാര്യങ്ങൾ, ടാസ്ക് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനാണ്, പ്രൊസീജിയറിനാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഡാറ്റ ഹൈഡിങ്. ഡാറ്റ ഹൈഡിങ് എന്ന് പറയുമ്പോൾ യൂസസ് എൻക്യാപ്സുലേഷൻ ടു ഹൈഡ് ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഓൺലി എക്സ്പോസ് നെസസറി പാർട്സ്. ഇത് നമ്മൾ എൻക്യാപ്സുലേഷനൊക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് പറഞ്ഞുതരാം. എന്ത് ചെയ്യുക, യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമ്മൾ കാണിച്ചു കൊടുക്കുള്ളൂ. ഓക്കെ, യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ ബാക്കിയുള്ള അതായത് ക്രിട്ടിക്കലായിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ യൂസറിന് ഷോ ചെയ്ത് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ എൻക്യാപ്സുലേഷനൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് എന്തിലുണ്ട്? ഊപ്സിലുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. പക്ഷേ എന്തിലില്ല? ഡാറ്റ ഹൈഡിങ്. നോ കൺസെപ്റ്റ് ഓഫ് ഡാറ്റ ഹൈഡിങ്. ആൾ ഡാറ്റ ഈസ് ആക്സസബിൾ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിൻ്റെ എവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു പോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡാറ്റാസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അതിലും ഉണ്ട്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് ആ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? റിയൽ വേൾഡ് മോഡലിംഗ്. ഗുഡ് അറ്റ് മോഡലിംഗ് റിയൽ വേൾഡ് സിനാരിയോസ്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിസൈൻ കോംപ്ലക്സ് സിസ്റ്റം. ഓക്കെ, ഇത് നമ്മൾ റിയൽ വേൾഡ് എക്സാമ്പിളൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും പറയും. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ക്ലാസ്സും ഒബ്ജക്റ്റൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈമിലും റിയൽ വേൾഡുമായിട്ട് വളരെ സാമ്യം. ഓക്കെ, ഇപ്പോൾ കാറിനൊക്കെ നമ്മളൊരു അതായത് ഓക്കെ, ക്ലാസ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്ന ടൈമിൽ കാർ, അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് മാനുഫാക്ചർ, അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റായിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എന്ത്, ഊപ്സിൽ വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോപ്പിൽ എന്താ വരുന്നത്? പുവർ അറ്റ് മോഡലിംഗ് റിയൽ വേൾഡ് സിനാരിയോസ് ആസ് ഇറ്റ് ഡസൻ റെപ്രസെൻറ്റ് എൻറ്റിറ്റീസ് വെൽ. അതായത് റിയൽ വേൾഡ് മോഡലിംഗ് ആയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കണക്ട് ചെയ്തിട്ട് അങ്ങനത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാം ചെയ്യുമ്പോൾ റിയൽ വേൾഡുമായിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ബന്ധം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റെൻസിബിലിറ്റി. ഓക്കെ, ഹൈലി എക്സ്റ്റെൻസിബിൾ ആണ് എന്ത് പറയുന്നത്, ഊപ്സ് എന്ന് പറയുന്നത്. കാരണം ന്യൂ ഫീച്ചേഴ്സ് ഓർ ഫങ്ഷനാലിറ്റീസ് ക്യാൻ ബി ആഡഡ് ഈസിലി. അതായത് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഫീച്ചേഴ്സൊക്കെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഒബ്ജക്ട്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പോപ്പിൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്, ലെസ് എക്സ്റ്റെൻസിബിൾ. ഓക്കെ, ഹാർഡർ ടു ആഡ് ന്യൂ ഫീച്ചേഴ്സ് ഓർ ഫങ്ഷനാലിറ്റീസ്. അതായത് പുതിയ കാര്യങ്ങൾ ഇത് ഇത്രയും പഠിച്ചാൽ മതി. അതായത് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കുറച്ച് എന്താണ് ഹാർഡാണ്. ഓക്കെ, മറ്റേതിൽ അത്ര ഹാർഡില്ല, എന്താണ് ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ ഇൻഹെറിറ്റൻസ്. ഇത് നമുക്കറിയാം ഊപ്സിൽ എന്തായാലും എന്തുണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്. കാരണം അത് ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് എന്താണ്, ഊപ്സിൻ്റെ 4 പില്ലേഴ്സിൽ വരുന്നതാണ്. ഇൻഹെറിറ്റൻസ് ഈസ് സപ്പോർട്ടഡ് അലോയിങ് ന്യൂ ക്ലാസ്സസ് ടു ഇൻഹെറിറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയേഴ്സ് ഫ്രം എക്സിസ്റ്റിംഗ് ക്ലാസ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഉള്ളൊരു ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ബിഹേവിയേഴ്സോ ഒക്കെ എന്ത് ചെയ്യുക, വേറൊരു ക്ലാസ്സിലോട്ട് അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുക. അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ ആവശ്യമുള്ളത്, അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ളതല്ല ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിന് എന്തുണ്ടാവും, അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇനി പോപ്പിൻ്റെ കൺസെപ്റ്റ് വരുന്ന ടൈമിൽ എന്താ, ഇൻഹെറിറ്റൻസ് ഈസ് നോട്ട് സപ്പോർട്ടഡ്. ഓക്കെ, ഇവിടെ ഇൻഹെറിറ്റൻസ് എന്തല്ല, സപ്പോർട്ടഡ് അല്ല. അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷൻ്റെ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് അവിടെ അല്ലേ ഇവിടെ യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ പറ്റില്ല, ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണ്, എക്സാമ്പിൾ. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ലാംഗ്വേജസ്. അതായത് ഊപ്സിൻ്റെ കുറച്ച്
ഊപ്സിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജ് ആണ് C++, അതുപോലെ തന്നെ ജാവ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇതിൽ നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. സി, അതുപോലെ പോപ്പിൽ വരുന്ന എക്സാമ്പിളാണ് സി, പാസ്കൽ, അതുപോലെ ഫോർട്രാൻ, ബേസിക്. ഇതൊക്കെ എന്താണ് ഒരു പോപ്പിൻ്റെ, അതായത് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എന്തെങ്കിലും കൺസെപ്റ്റൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ ഒന്നുകൂടി പോസ് ചെയ്തിട്ട് ഒന്നുകൂടി ആ ഒരു ഭാഗം ഒന്നുകൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കണ്ടൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്തായാലും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ഊപ്സിൻ്റെ കൺസെപ്റ്റ് ചോദിക്കുന്ന ടൈമിൽ ഇതെന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് ഈ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഇനി നെക്സ്റ്റ് എന്ത് വീഡിയോസാണ് വേണ്ടത്, അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഡൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.